ക്ലാസ്സിൽ കയറിയൊക്കെ വല്ല കുഴപ്പമുണ്ടോ? Good evening. എല്ലാവരും അറിയോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും വെയിറ്റ് ചെയ്യാണ്ടോ? ഇനി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്തിട്ട് പറയും. നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നലെ ഇല്ലാത്തവരാരെങ്കിലും പുതിയത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വന്നിട്ടുണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിൽ ഇരിക്കാത്തവരാരെങ്കിലും പുതിയതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത ചാറ്റില്. ഇന്നലത്തെ ആരെങ്കിലും ഉണ്ടോ? സെപ്പറേറ്റ് വന്നിട്ടുണ്ടോ? യെസ്, ഓക്കെ ഓക്കെ. സ്വാതി, അഫ്ല, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ സ്വാതി ആൻഡ് അഫ്ല നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ അല്ലേ ആൽജിനെ? നമ്മൾ എന്തൊക്കെ ഇന്നലെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? വല്ലതും പറഞ്ഞത്? ആരും ലെഫ്റ്റ് ചെയ്ത് പോകണ്ട, അറിയുക മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലെഫ്റ്റ് ചെയ്ത് പോകുന്നു വേണ്ട. അല്ലെങ്കിൽ ചാറ്റിൽ എന്താ പറഞ്ഞെന്നുള്ളത് ജസ്റ്റ് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കുക. ഇന്നലെ ഏതൊക്കെ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് എന്നുള്ളത് ആർക്കെങ്കിലും ജസ്റ്റ് ടോപ്പിക്സോ എന്തെങ്കിലും പറഞ്ഞ പോയിന്റ്സോ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താ വെച്ചാൽ രുദ്ര ഇവരൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പുതിയ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അറിയുങ്ങ മീൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ. ഒന്നുമില്ലേ? ഇന്നലെ ഒന്നും എടുത്തില്ലേ ക്ലാസ്സിലെ? റെസ്പോണ്ട് ചെയ്യോ? ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറഞ്ഞു. സെൻട്രൽ പ്രോബ്ലംസ്, ഡിഫറൻസ് ഓഫ് മൈക്രോ മാക്രോ, ഓക്കെ. പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ് പറഞ്ഞു. ഗുഡ്. ഓക്കെ, ഡിഫറൻസ് പറഞ്ഞു. യെസ്, ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കവർ ചെയ്ത് പോയിട്ടുള്ള ചെറിയ ടോപ്പിക്സ് കേട്ടോ. ഓഫ്ല ആൻഡ് സ്വാതി. ഓക്കെ, നമ്മളിവിടെ ഒരു PDF ആയിട്ടൊരു ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഫെർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ അവസാനിപ്പിച്ചത് എന്തായിരുന്നു? ഒരു നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെസണിലായിരുന്നു നമ്മൾ ഇന്നലെ. മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഫൈനൽ ഗുഡ്സ്, ഒരു സെക്കൻഡ്. ഓക്കെ, സോറി. അപ്പൊ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പറഞ്ഞു അല്ലെ ഇന്നലെ? ഫൈനൽ ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അങ്ങനെയൊക്കെ അല്ലെ? ഞാനപ്പോ അതിന്റെ ഡോക്യുമെന്റ് ഷെയർ ചെയ്യാം. സോ ദിസ് വൺ അല്ലെ? ഇന്നലെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞതിൽ മനസ്സിലായേ? 4 ടൈപ്പ് ഓഫ് ഗുഡ്സിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അല്ലെ? എന്തൊക്കെയായിരുന്നു അത്? മലയാളത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയാം. ഫൈനൽ ഗുഡ്സ് എന്താണ്, കൺസംഷൻ ഗുഡ്സ് എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? എന്താന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഓർമ്മ ഉണ്ടോ ഇന്നലെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തെന്നുള്ളത്? യെസ്, റെസ്പോണ്ട് ചെയ്യൂ. രുദ്ര, ആൽഡ്രിൻ ഒക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ട്. വേറെ ആരൊക്കെയുള്ള ഇന്നലത്തെ? പറയൂ, സമയങ്ങളല്ലേ? എന്താണ് ഫൈനൽ ഗുഡ്സ്, എന്താണ് കൺസംഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫൈനൽ ഗുഡ്സ്? പറഞ്ഞേ. ഒന്നുമില്ല, ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ടോട്ടലി, അതായത് ഫൈനലി നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്രോസസ്സിംഗ് ഒന്നും വേണ്ട, നമുക്ക് ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അതായത് വേറെ സ്റ്റേജസിൽ കൂടെ ഒന്നും ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യില്ല, പാസ് ചെയ്ത് പോവില്ല. ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് ഫൈനൽ ഗുഡ്. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് എന്നൊക്കെ നമുക്ക് പറയാം. അവിടെ എഴുതിയിട്ടുള്ളത് ആൻ ഐറ്റം ദാറ്റ് ഇസ് മെന്റ് ഫോർ ഫൈനൽ യൂസ് ആൻഡ് വിൽ നോട്ട് പാസ് ത്രൂ എനി മോർ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഇസ് കോൾഡ് എ ഫൈനൽ ഗുഡ്. വേറെ പ്രത്യേകിച്ച് ഫെർദർ ഒരു പ്രോസസ്സിങ്ങിനോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേജസിലൊക്കെ എന്താവില്ല, അത് പോവില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഫൈനൽ ഗുഡ്. ഓക്കെ, അങ്ങനെ ഫൈനൽ ഗുഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത്? ഫൈനൽ ഗുഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി കൺസംഷൻ ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളിപ്പോ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ലൈക്ക് ഫുഡ്, ക്ലോത്തിങ്, ഓക്കെ, സർവീസസ് നമ്മൾ എക്വയർ ചെയ്യുന്നത്, അങ്ങനത്തെ ഉള്ള നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഗുഡ്സ് ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്തിങ്, സർവീസസ് ലൈക്ക് റിക്രിയേഷൻ ദാറ്റ് ആർ കൺസ്യൂംഡ് വെൻ പർച്ചേസ്ഡ് ബൈ ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. ഓക്കെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എന്ത്? ഗുഡ്സ് ദാറ്റ് ആർ ഡ്യൂറബിൾ ക്യാരക്ടർ വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പർപ്പസസ്. അതായത് പ്രൊഡക്ഷൻ പർപ്പസസിന് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിന് നമ്മൾ ഫെർദർ നമുക്ക് എന്തൊരു കൺവേർഷൻ പ്രോസസ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറി, ഓക്കെ, അവിടെ എന്തൊക്കെയായിരിക്കും ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്? മെഷീനറി, ടൂൾസ്. അവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എന്താണ്? നമ്മൾ ആ ഫെർദർ ഒരു പ്രൊഡക്ഷന് ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പ്രോസസ്സിലെ, അതായത് റോ മെറ്റീരിയൽസ് നിന്ന് നമ്മൾ ഈ കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഗുഡ്സ് യൂസ് ചെയ്യുന്നു അതൊക്കെ എന്താണ്? അതിന്റെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഓക്കെ ആണ്, അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അല്ലേ? ആണോ? ഓർമ്മ ഉണ്ടോ പറഞ്ഞത്? ഉണ്ടോ? യെസ് ഓ നോ? ഓക്കെ ആണോ ഇവിടം വരെ? റിപ്ലൈ ചെയ്യൂ. ഇന്നലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരുന്നാണല്ലോ, അപ്പൊ എന്താ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? ഇന്നലെ വേഗം റിപ്ലൈ തന്നിരുന്നല്ലോ. പറയൂ. യെസ്. എനിവൺ എൽസ്? ആരെങ്കിലും ഉണ്ടോ ആൽഡിൻ അല്ലാണ്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല.
ജസ്റ്റ് സാലറി ഓൺലി. ഗേൾസ് ഒക്കെ എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് ഇവിടെ എന്ത് സംസാരിക്കാം കേട്ടോ. ഇവിടെ വേറെ ആരും എന്താ പറയാ ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ലൈക്ക് ഓപ്പൺ ആയിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് സംസാരിക്കാം. ജസ്റ്റ് റിലേറ്റിംഗ് ടു ദ സിലബസ്. ഓക്കെ. സി നെക്സ്റ്റ് നമ്മള് ഈ ലെസണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് മെത്തേഡ്സ്. ഓക്കെ. അതായത് നിങ്ങൾ പല എക്സാമിനും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഞാനൊക്കെ പഠിക്കുമ്പോഴും സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ടീച്ചർ ഇങ്ങനെ NB എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് തരും അല്ലെ. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇങ്ങനെ വല്ല ഡയഗ്രാം ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? യെസ്. വാട്ട് ഈസ് ദിസ് ആക്ച്വലി? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് എന്നൊക്കെ നിങ്ങൾ പ്രീവിയസ്ലി കേട്ടിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? നിങ്ങളുടെ മോഡൽ എക്സാംസിനൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നോ ഈ ഒരു പോർഷൻ? മോഡൽ എക്സാംസ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? അതിലെന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? യെസ് യെസ് യെസ്. അഫ്ല നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഗുഡ്. ഓക്കെ. അപ്പോ ഒന്നുമില്ല, ഇവിടെ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇൻകം പ്രൊഡ്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സാലറി കിട്ടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു. വാട്ട് എവർ എൽസ് നമ്മളൊരു ടൈപ്പ് ഓഫ് ഇൻകം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവര് പറയുന്ന കൺസെപ്റ്റ് ആണ് കേട്ടോ. അത് ശരിക്കും എന്താ പറയാ പ്രാക്ടിക്കബിൾ ഒന്നും അല്ല. പക്ഷെ ഇവര് പറയുന്ന ഈ എക്കണോമിക്സ് ബുക്കിൽ നിങ്ങളുടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഇൻകം ജനറേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ കുറെ പണിയൊക്കെ എടുത്ത് നമ്മൾ പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചെലവിൽ തന്നെ എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെലവാക്കുന്നു. നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, നമ്മൾ അതെന്ത് ചെയ്യുന്നു, അതിൽ ഈ സാധനങ്ങൾ മേടിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇൻകം വരുന്നു, സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ സ്പെൻഡ് ചെയ്യുന്ന പൈസ എവിടേക്ക് തന്നെ എത്തുന്നത്? ഡയറക്ട്ലി ടു ആ സപ്ലയേഴ്സ് തന്നെ എടുത്തുന്നത് അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സപ്ലയേഴ്സ് പിന്നെ നമുക്ക് ആ പൈസ വെച്ചിട്ട് പിന്നെ നമുക്ക് തരുന്നു, നമ്മൾ പിന്നെ മേടിക്കുന്നു. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നു, ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ആ പൈസ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പർച്ചേസസിലും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫേംസിലും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു. തിരിച്ച് അത് എന്ത് ചെയ്യുന്നു, സപ്ലൈസിന്റെ അതിലേക്ക് തന്നെ എത്തുന്നു, അവർ നേരെ തിരിച്ച് നമുക്ക് സാധനങ്ങൾ തരുന്നു. ഈ ഒരു സർക്കുലർ ഫ്ലോനെയാണ് ഈ എന്ത് പറയുന്ന ഈ ഒരു എന്താ പറയാ പോർഷനോട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയണത്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. യെസ് യെസ്. ഓക്കെ ഓക്കെ. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു, നമ്മൾ സാധനങ്ങൾ മേടിക്കാനും സർവീസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ആ പൈസ അവർക്ക് കിട്ടുന്നു, അവർ പിന്നെയും അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മൾ അതിനെ പോയി മേടിക്കുന്നു. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ കുറെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോ ഇന്ത്യയിലൊക്കെ ആവുമ്പോ നമ്മളിപ്പോ ഈ സാലറി നമുക്കൊക്കെ വരുമ്പോ ലൈക്ക് നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് ഡിഡക്ഷൻസ്. അതായത് നമ്മളിപ്പോ ഇൻകം ഇപ്പൊ എനിക്കൊരു 1 lakh എനിക്ക് റുപ്പീസ് കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു 1 lakhനും എന്ത് ചെയ്യില്ല, സാധനങ്ങൾ മേടിക്കില്ല. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? ആണോ? നമ്മുടെ കയ്യിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് വരുന്നുണ്ട് വെച്ചാൽ നമ്മൾ മൊത്തം സ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത് കറക്റ്റ് ആണോ? യെസ് ഓർ നോ? അത് പറയും. ആണോ? നോ. ഓക്കെ. ഒരു ഫെർദർ എന്താ പറയാ നമുക്കൊരു സേവിങ്സ് വേണം എന്ന് പറയാം. അല്ലെങ്കിൽ ഫെർദർ നമുക്ക് വേറെ എന്താ പറയാ നമ്മൾ ഗുഡ്സിലും സർവീസസിലും മാത്രമല്ല ടോട്ടലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എക്സ്പെൻസ് മാത്രമല്ല, നമ്മൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫ്രം അവർ ഇൻകം നമ്മൾ എന്ത് ചെയ്യും, ഒന്നോ ടാക്സസ് അടയ്ക്കേണ്ടി വരും. അല്ല അത് എവിടേക്ക് എത്തുന്ന, ഗവൺമെന്റിലേക്ക് എത്തുന്ന ഡയറക്ട്ലി അല്ലെ. അതുമാതിരി സേവ് ചെയ്യുന്നുണ്ടായിരിക്കും, ബാങ്കിങ്ങിലേക്ക് എത്തുന്നു. സോ ദർ ആർ സംതിങ് അപ്പാർട്ട് ഫ്രം ജനറേറ്റിംഗ് ഇൻകം ആൻഡ് സ്പെൻഡിങ് മണി. ഓക്കെ, സോറി. അപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. ഇതൊരു ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഭാഗമില്ല. പക്ഷെ ആസ് പെർ യുവർ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രം കാണുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാവുണ്ടോ? ഇത് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഹൗസ് ഹോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരനെയാണ് പറയുന്നത്. ഓക്കെ. ഹൗസ് ഹോൾഡ്സ് എന്ത് ചെയ്യുന്നു,
എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ പുറത്തത്തെ ഒരു ഇത് കണ്ടോ നിങ്ങൾ, ഏറെ കണ്ടോ? ആ എന്ത് ചെയ്യുന്നു, അവർ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു, ഗുഡ്സിലും സർവീസസിലും അവർ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു, അതായത് അവർ ചെലവാക്കുന്നു ഗുഡ്സ് മേടിക്കാനും സർവീസസ് ചെയ്യാനും. ഓക്കെ, ആൻഡ് ദെൻ അതെന്താക്കി കൊടുക്കുന്നു, നമ്മുടെ എവിടേക്ക് എത്തുന്നു, ഫേമിലേക്ക് എത്തുന്നു. ഫേം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർക്കറ്റിനെ ഉദ്ദേശിക്കുന്നു. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ സർവീസസ് ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്കൂളിങ്, ബാങ്കിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സർവീസസ്. ഓക്കെ, ഗുഡ്സ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പൊ സാധനങ്ങൾ മേടിക്കാൻ, പർച്ചേസസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ഫേംസിന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഹൗസ് ഹോൾഡ്സിന്റെ മണി എത്തുന്നു. ആൻഡ് ദെൻ ഈ ഫേംസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുക, റെന്റ്, വേജസ്, പ്രോഫിറ്റ്, പല തരത്തിൽ അവർ എന്ത് ചെയ്യുന്നു, നമുക്ക് പിന്നെയും സർവീസസ് തരുന്നു. ആൻഡ് ദെൻ പിന്നെയും ഈ സർക്കുലർ സൈക്കിൾ ഇങ്ങനെ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സെയിം സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു എന്താ പറയാ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഡയഗ്രത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്. അപ്പോ ഇതുണ്ടല്ലോ, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ ഒരു ഭാഗമാണ്, നിങ്ങൾക്ക് പോർഷൻ ആണ്. നിങ്ങളുടെ എക്സാമിന് ഭയങ്കര എന്താ പറയാ, കുറെ ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാലം തൊട്ടിട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി തരും. അപ്പൊ ഈ ഒരു ഡയഗ്രാം ഒന്ന് മനസ്സിൽ വെച്ചോ. നമ്മൾ ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, നമ്മൾ എവിടെ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുന്നു, ഫേംസിൽ ചെയ്യുന്നു. അവര് പിന്നെയും ആ പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് പിന്നെയും പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മൾ പിന്നീട് സ്പെൻഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് മെത്തേഡ്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയ ഒരു 4 പോയിന്റ്സ്. The household receive their payments from the firms of productive activities they perform. There may fundamental sorry there may fundamentally be 4 kinds of contributions that can be made during the production of goods and services. 4 തരത്തിലുള്ള എന്ത് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഹ്യൂമൻ ലേബർ റെമ്യൂണറേഷൻ വിച്ച് ഇസ് കോൾഡ് വേജ്. അതായത് മനുഷ്യന്മാര് എന്ത് ചെയ്യുന്നു, പണിയെടുക്കുന്നു, അതിന്റെ റെമ്യൂണറേഷൻ നമ്മൾ എന്തായിട്ട് പറയുന്നു, വേജ് എന്ന് പറയാം, അല്ലെങ്കിൽ സാലറി എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇപ്പൊ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിനാണ് കേട്ടോ, അല്ലെങ്കിൽ ബിസിനസ് അല്ല, സോറി, ഈ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുമ്പോൾ, ഓക്കെ, അതിനാണ് ഇവിടെ പറയുന്നത് റെമ്യൂണറേഷൻ ഇൻ വിച്ച് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എന്റർപ്രണർഷിപ്പ് റെമ്യൂണറേഷൻ വിച്ച് ഇസ് പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പൊ ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കത് സാലറി ആയിട്ടല്ല കിട്ടുക, സാലറി ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, എന്റർപ്രണർഷിപ്പ് നടത്തുമ്പോൾ നമ്മൾ അതിന് എന്താ പറയാ, സാലറി എന്നല്ല പറയാം, നമ്മൾ എന്താ പറയാ പ്രോഫിറ്റ് എന്ന് പറയാം അല്ലെ. ബിസിനസ് നടത്തുമ്പോൾ അതിന് ലാഭം അങ്ങനെയാണ് പറയാം. ഓക്കെ, ആൻഡ് ദെൻ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഫിക്സഡ് നാച്ചുറൽ റിസോഴ്സസ്. ഒന്നുമില്ല, റെന്റ് കിട്ടുക പറയുമ്പോൾ എന്താ, നമുക്കൊരു ഫിക്സഡ് ആയിട്ടൊരു എന്താണ് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരിക്കും. റിസോഴ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വീട്, ബിൽഡിംഗ്, ലാൻഡ്, വാട്ട് എവർ വി കോൾ ഇറ്റ് ആസ് റിസോഴ്സസ്. ഓക്കെ, നമുക്ക് അതിനൊരു റെന്റ് കിട്ടും. ഇപ്പൊ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ റെന്റ് അല്ല, നമ്മൾക്ക് ഇപ്പൊ ലീസിന് കൊടുക്കുക അങ്ങനെയൊക്കെ കിട്ടുമല്ലോ, അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടും. സോ ഇതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവർ 4 kinds of contribution that can be made during the production of goods and services. ഒരു ഗുഡ്സോ സർവീസസോ നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ദീസ് ആർ ദ 4 types of contribution. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇതൊന്ന് പഠിച്ചേക്ക് കേട്ടോ. അതായത് ഇതിലിപ്പോ ഇങ്ങനെ ചോദിക്കുവര്, അതായത് ഹ്യൂമൻ ലേബർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെമ്യൂണറേഷൻ എന്ത് പറയുന്നു, വേജസ് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നു. ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ്, എന്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ്, പിന്നെ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇതിനെന്താ പറയാ, റെന്റ് എന്നാണ് പറയുക. ദീസ് ആർ ദ 4 different kinds of contribution that can be made during the production of goods and services. ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് സെപ്പറേറ്റ് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഡയഗ്രത്തിലേക്ക് പോയി. ഓക്കെ,
ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദ സിംപ്ലിഫൈഡ് ഇക്കണോമി, ഇൻ ദ സിംപ്ലിഫൈഡ് എക്കണോമിക്സ്, നമ്മുടെ എക്കണോമീസിലെ ഒക്കെ കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് പറയാം. നമ്മുടെ എക്കണോമിയിലെ there is only one way in which the households may dispose of their earnings. അതായത് ഹൗസ് ഹോൾഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉള്ള ഓരോ മനുഷ്യന്മാരെയും അല്ലെങ്കിൽ എക്കണോമിയിലുള്ള ആൾക്കാരനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഹൗസ് ഹോൾഡ്സ് മേ ഡിസ്പോസ് ഓഫ് ദയർ ഏർണിംഗ്സ്, അവർ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ സ്പെൻഡിങ് ദയർ ഇൻകം ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫേംസ്. ഇവിടെ ഒന്നുമില്ല, അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ്സ്, ഞാൻ ഇപ്പൊ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ സെയിം പോയിന്റ്, ഇവര് പറയുന്നത് ഹൗസ് ഹോൾഡ്സ് ഇവരുടെ ഏർണിങ്സ് ഇവർ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പെൻഡ് ചെയ്യുക, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ ശരി കുഴിച്ചു മൂടുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇതിന്റെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൗസ് ഹോൾഡ്സ് എന്താണ്, അവരുടെ ഏർണിങ്സ് ചെലവഴിക്കുന്നത് അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ തീർക്കുന്നത്, കംപ്ലീറ്റ്ലി സീറോ ആവുന്നത് ഒരു ഒറ്റ മെത്തേഡിലാണെന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്നത് ബൈ സ്പെൻഡിങ് ദയർ entire income on the goods and services produced by the domestic firms. ഡൊമസ്റ്റിക് ഫേംസ് അല്ലെങ്കിൽ ഓരോ ഫേംസും ഉണ്ടാക്കുന്ന ഗുഡ്സും സർവീസസും എന്ത് ചെയ്തിട്ട് അക്വയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് അവരെന്ത് ചെയ്തിട്ട് മേടിക്കുമ്പോൾ അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻകത്തിന് അവരെന്ത് ചെയ്യുന്നത്, ടോട്ടലി യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരെ ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ്, അത് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഈ ഡയഗ്രാം വരച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു പോയിന്റ് എഴുതുക. എന്ത് ഹൗസ് ഹോൾഡിന്റെ എന്ത് അവർ ഡിസ്പോസ് ചെയ്യുന്ന അവരുടെ ഏർണിങ്സ് അവർ ഡിസ്പോസ് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റ് എന്ന് പറയുന്നത് എന്ത്, സ്പെൻഡിങ് ദയർ ഇൻകം ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫേംസ്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള 2 പോയിന്റും പറഞ്ഞിട്ടുണ്ട്. We have assumed that the household do not save, they do not pay taxes to the government. 2 അസംഷൻ നമ്മളിവിടെ പറയുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടുന്നത് നമ്മൾ മൊത്തത്തിൽ ചെലവാക്കുന്നു. 1 ലക്ഷം രൂപ കിട്ടുന്നു, 1 ലക്ഷം രൂപ നമ്മൾ ചെലവാക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളൊരു അസംഷൻ ആണ് ഇവിടെ എന്ത്, നമ്മുടെ ഹൗസ് ഹോൾഡ്സ് ഒന്നും സേവ് ചെയ്യുന്നില്ല, നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നില്ല. ഈ 2 അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എവിടെയെങ്കിലും എന്താ പറയാ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, ഇനി ഞാൻ അവിടെ ഒരു യെല്ലോയിൽ ഒരു പോയിന്റ് പറഞ്ഞു, 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? അയ്യോ സോറി, യെല്ലോയിലെ ഞാൻ അവിടെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതെന്താ? ദ അഗ്രിഗേറ്റ് കൺസപ്ഷൻ ബൈ ദ ഹൗസ് ഹോൾഡ്സ് ഓഫ് ദി ഇക്കണോമി is equal to the aggregate expenditure on goods and services produced by the firms in the economy എന്ന് പറയാം. ഒന്നുമില്ല, അഗ്രിഗേറ്റ് കൺസപ്ഷൻ ഓഫ് ദി ഹൗസ് ഹോൾഡ് ഓഫ് ദി ഇക്കണോമി വെച്ചാൽ എന്താ? അഗ്രിഗേറ്റ് കൺസപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന എന്ത് എല്ലാ ഗുഡ്സും സർവീസസും, അപ്പൊ അവരുടെ കൺസപ്ഷൻ എന്നുള്ളത് ഇസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം. അതായത് ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഏർണിങ്സ് മൊത്തം എന്ത് ചെയ്യുന്നേ, നമ്മൾ ഈ എന്താ പറയാ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് തന്നെയാണല്ലോ അവരുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയണത്? 1 ലക്ഷം രൂപക്ക് നമ്മൾ വരുമാനം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്പെൻഡ് ചെയ്തെങ്കിൽ അവരുടെ കയ്യിൽ എത്ര രൂപ എത്തുന്നുണ്ട്? ഈ 1 ലക്ഷം രൂപ എത്തുന്നുണ്ട്. അപ്പൊ ആ 1 ലക്ഷം രൂപ വെച്ചിട്ടാണല്ലോ അവർ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം, നെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊന്നും വലിയ എന്താ പറയാ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, എക്സാമിന് എഴുതുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 8 മാർക്കൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പരത്തി വലിച്ചെഴുതുക, അത്രേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് നോക്കിയേ. The firm will once again produce goods and services and pay remuneration to the factors of production. This remuneration will once again be used to buy the goods and services. Hence, year after year, we can imagine the aggregate income of the economy going through the 2 sectors, firms and household, in a circular way. ഒന്നുമില്ല, കൊല്ലം കഴിയുമ്പോൾ ഇതന്നെ നടന്നുകൊണ്ടിരിക്കുന്നു സർക്കുലർ വേയില്. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത്രേ ഉള്ളൂ.
ഇവിടെ 4 പോയിന്റ് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഒരു ഇൻ സിംപ്ലിഫൈഡ് എക്കണോമി നമ്മൾ പറഞ്ഞ എന്ത് നമ്മുടെ ഏർണിങ്സ് എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് നമ്മളിവിടെ എന്താണ് റെസംഷൻ എടുത്തിട്ടുണ്ട്, സേവ് ചെയ്യുന്നില്ല, ഗവൺമെന്റിന് പൈസ അടയ്ക്കുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താ, നമ്മുടെ അഗ്രിഗേറ്റ് കൺസപ്ഷൻ ഓഫ് ദി ഹൗസ് ഹോൾഡ് ഓഫ് ദി ഇക്കണോമി, അതായത് നമ്മുടെ എക്കണോമിയുടെ ടോട്ടൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സും സർവീസസും എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫേം. ഓക്കെ, അത് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്ത് പറയുന്നത്, നമ്മള് ഈ സെയിം സൈക്കിൾ ഇങ്ങനെ സർക്കുലർ ആയിട്ട് ഇയർ ആൻഡ് ഇയറിൽ എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ് യെസ്, ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയഗ്രാം ഒന്ന് അനലൈസ് ചെയ്യുക. ഞാൻ പറയുന്ന 4 പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 2 യെല്ലോ എടുത്തിട്ടുള്ള പോയിന്റും പിന്നെ അസംഷന്റെ പോയിന്റും ഫസ്റ്റ് പോയിന്റും, ടോട്ടലി 4 പോയിന്റ്സ്. ലീന ഒന്ന് മ്യൂട്ട് ചെയ്യോ കേട്ടോ, ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ലീമാണ്, ഓക്കെ സോറി. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 8 മാർക്ക് കിട്ടി. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരുള്ളൂ കേട്ടോ, അതിനെ പിടിച്ചിട്ടൊന്നും പറയരുത്. കണ്ടിന്യൂസ്ലി ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കി നോക്കുക എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോന്നൊക്കെ. ഓക്കെ ആണോ? നോക്കിയോ എല്ലാവരും? ചോദിക്കോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞേ മെസ്സേജിലെ. ഓക്കെ ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. സ്വാതി ഓക്കെ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്തവരുണ്ടോ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരൊക്കെ ഇവിടെ തൃശ്ശൂരൊക്കെ ഉള്ളവര്? തൃശ്ശൂർ വീട്ടിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും തൃശ്ശൂർന്നാവൂലേ? എവിടെ നിങ്ങളുടെയൊക്കെ വീട് ശരിക്കും? മലപ്പുറം. മലപ്പുറം എവിടെ? മാള. ഓക്കെ. കൊണ്ടോട്ടി. ഓക്കെ. പെരിന്തൽമണ്ണ, കൊടുങ്ങല്ലൂര്. ഓക്കെ. കൊടകര. കൊടകരയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. കൊടുങ്ങല്ലൂര്, പെരിന്തൽമണ്ണ, മലപ്പുറം ഭാഗത്ത് കുറച്ച് പേരുണ്ട് അല്ലേ? മലപ്പുറത്ത് എവിടെയാണ് നിസ്വാന?
ഓക്കെ, കൊണ്ടോട്ടി. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി വേറെ ആരും ഇല്ലേ? മാള, കൊണ്ടോട്ടി, കൊടുങ്ങല്ലൂർ, കൊടകര. ഓക്കെ, എല്ലാരും കൊടകരക്ക് അറിയാം. ഓക്കെ. ഞാനിവിടെ തൃശ്ശൂർ തന്നെ കേട്ടോ. ഞാൻ തൃശ്ശൂര് പ്രോപ്പർ ഗുരുവായൂര് നമുക്ക് വേണമെങ്കിൽ പറയാം. ചിലപ്പോ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. ആരെങ്കിലും ഉണ്ടോ ആ ഭാഗത്തുനിന്ന്? ഗുരുവായൂർ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തൃശ്ശൂര്, ഗുരുവായൂർ ആ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലെ? അയൽവാസികളായിട്ടൊന്നും ആരുമില്ല അപ്പൊ. പിന്നെന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പരിപാടികൾക്ക്? നീ എന്തേലൊക്കെ തീരുമാനിച്ചു? എന്നാലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെ ഒക്കെ ഒപ്പീനിയൻസും പിന്നെ ഇതൊക്കെ കിട്ടിയായിരുന്നു. എന്താണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പരിപാടി? CMA. എന്റെ പൊന്നോ, പൊളിച്ച്. അഫ്ല CMA ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനി CMA ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു CMAയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തന്നെയാട്ടോ അഫ്ല. എന്നുള്ളത് ഉണ്ടായിരുന്നില്ലല്ലോ. നിസ്വാണ CMA. ഓക്കെ. സ്വാതി CMA. എല്ലാവരും CMA ആണ്. ഫർദർ CA-കാരെങ്കിലും ഉണ്ടോ അവിടെ? CMA മാത്രമേ ഉള്ളൂ? CS, CFA, CPA, SCCA, BBA വന്നു. ഇന്നലെ അപർണ എന്ന് പറഞ്ഞൊരു കുട്ടി BBA ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? CMA മാത്രമേ ഉള്ളൂ. പിന്നെ CMA, ആൽറിൻ CMA. വയ്യ. ഓക്കെ. ACCA, CPA, CFA, വേറെ ആരുണ്ട്? CMA USA അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. ഞാനിതുമാതിരി പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോലെ തന്നെ CMA ജോയിൻ ചെയ്തു. BCom വിത്ത് CMA ജോയിൻ ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ ഒരു 1-2 വട്ടമൊക്കെ എഴുതി. പിന്നെ പാസ്സായി. ഇന്റർ പാസ്സായി. ഫൈനൽ പിന്നെ എഴുതിയിട്ടില്ല കേട്ടോ ഇതുവരെ. എഴുതിയിട്ടില്ല എന്നല്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വട്ടം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സോറി. എന്നിട്ട് ഫൈനല് പക്ഷെ ക്ലിയർ ചെയ്തിട്ടൊന്നുമില്ല. അതിന്റെ ഇടയിൽ ഞാനിങ്ങനെ ജോലിക്കൊക്കെ കയറി ഒരു 2019 ജൂണില് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ ഇപ്പൊ UAE-ലാണ്, ഇവിടെ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലില്. ഇവിടെ മാരേജിന് മുന്നേ ഇവിടെ വന്നു, ഇങ്ങനെ ഇവിടെ സെറ്റിലായി. പിന്നെ ഇപ്പൊ ഇവിടെ അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു CMA ഫൈനലിന് മുന്നേ നിങ്ങൾക്ക് ഒരു 6 month ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും. ഇന്റർ പാസ്സായി കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്ത് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്പനിയിൽ കയറി, CA ഫേമിൽ കയറി, പിന്നെ ബാംഗ്ലൂരിൽ ഒരു ബാങ്കിങ്ങിൽ കയറി, അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ഒരു ഹോസ്പിറ്റൽ അക്കൗണ്ട്സിൽ. ഇതാണ് ജസ്റ്റ് ഒരു ബ്രീഫ്. ഇനി CMA പഠിക്കാൻ പോകുന്നവർക്ക് എന്തെങ്കിലും വല്ല ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? കൺഫ്യൂഷൻസ് എങ്ങനെ ഉണ്ടോ? ഫർദർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലേ? എന്തെങ്കിലും ഉണ്ടോ? ഫൈനല്, ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എങ്ങനെ എന്തൊക്കെ എവിടേക്കാണ്? ഒന്നുമില്ല. CMA കോംപ്ലിക്കേറ്റ് ആകാത്തത് എന്തേ? എന്താ കംപ്ലീറ്റ് ആക്കാത്ത എന്തേ? CMA കംപ്ലീറ്റ് ആക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CMA ഓക്കെ. പ്ലസ് ടുവില് ഞാൻ ഇതുമാതിരി 2017 പ്ലസ് ടുവില് പാസ്സായേ. ആൻഡ് ആഫ്റ്റർ പ്ലസ് ടു ലൈക്ക് മാർച്ചിൽ നിങ്ങളുടെ പോലെ തന്നെ എക്സാം എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് ആൻഡ് ഫെർദർ മാർച്ച് കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം April 2017 തന്നെ ഞാൻ ഇതുമാതിരി ഫൗണ്ടേഷന് ജോയിൻ ചെയ്തു. കാറ്റ് ആൻഡ് ഫൗണ്ടേഷൻ. അത് ചെയ്തത് നല്ല രീതിയിൽ പാസ്സായി ഫസ്റ്റ് ഇതിൽ തന്നെ. പിന്നെ ആസ് നോർമൽ പ്ലസ് ടുവിലുള്ള ആൾക്കാരാണ്. വലിയ എന്താ പറയാ ഇതൊന്നും ഇല്ലല്ലോ, ലൈക്ക് പെട്ടെന്ന് പാസ്സാവണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. ജസ്റ്റ് ഒരു CMA എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ലൈക്ക് 40 to 50 കുട്ടികൾ ഉണ്ടായിരുന്നു നമ്മുടെ ബാച്ചില്. 2 to 3 ബാച്ചസ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ കാറ്റ് ക്ലിയർ ചെയ്തു. ആൻഡ് ദെൻ ലേറ്റർ ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ്സിലെത്തി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് കഷ്ടപ്പാടാണെന്നുള്ളത്. അങ്ങനെ കഷ്ടപ്പാടാണെന്ന് നോക്കി വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചൊന്നുമില്ല. ഫസ്റ്റ് എക്സാം ജസ്റ്റ് ഒന്ന് പോയി എഴുതി. പഠിച്ചിട്ടും തീരുന്നില്ല. അപ്പൊ നല്ല രീതിയിലൊന്ന് എക്സാം ഒക്കെ എന്താ പറയാ എഴുതി നല്ല രീതിയിലൊന്ന് പൊട്ടി. അപ്പോ നമ്മുടെ ക്ലാസ്സിലെ ഒരൊറ്റ കുട്ടി മാത്രം ജയിച്ചു.
ബാക്കി എല്ലാവരും എന്താണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു എന്താ പറയാ, സാറുമാരൊക്കെ വന്നിട്ട് ആ കുട്ടീനെ മാത്രം ഇങ്ങനെ ഇതാക്കി. പക്ഷെ അവൻ തീരുമാനിച്ചെന്ത്, അടൽ എന്ന പേര് ഇപ്പോഴൊക്കെ ഓർമ്മയുണ്ട്, അടൽ എന്നാണ് അവന്റെ പേര്. അടലീബി മാത്രം എന്തായി, പാസ്സായി. ബാക്കി ആരും പാസ്സായില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, പഠിച്ചാ കിട്ടും, നമ്മൾ പഠിക്കാത്തതിന്റെ ആണ്. അങ്ങനൊക്കെ ഒരു ഇത് തോന്നി. അപ്പൊ മെല്ലനെ മെല്ലനെ പഠിച്ചു തുടങ്ങി. കുറച്ച് സീരിയസ് ആവാന്ന് വിചാരിച്ചു കാര്യങ്ങള്. അങ്ങനെ എന്താ പറയാ, സീരിയസ് ആയിട്ട് കുറച്ചൊന്നും പഠിക്കാൻ തുടങ്ങി. സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോ രണ്ടാമത്തെ വട്ടം എഴുതി. രണ്ടാമത്തെ വട്ടം എഴുതിയപ്പോ നമ്മള് മാത്രല്ല, ബാക്കി നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും സീരിയസ് ആയി തുടങ്ങിയെന്ന് മനസ്സിലായി. റിസൾട്ട് വന്നപ്പോ നമ്മൾ പിന്നെയും പൊട്ടി. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു 1-2 പേരൊക്കെ അപ്പുറത്തുള്ളവരൊക്കെ എന്തായി, പാസ്സായി. അപ്പൊ നമുക്ക് എന്താ അവസ്ഥ അഫ്ല? നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ചിലവരൊക്കെ പാസ്സാവുക, നമ്മളിങ്ങനെ ഇരിക്കുക. എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ അതെ 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 അതെ, അത് അനുഭവിച്ചവർക്കറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓൾ അങ്ങോട്ട് ജയിച്ച്. അപ്പോ അതോടെ നമ്മുടെ ചങ്ക് തകർന്നു അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം എന്താണ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണ് കേട്ടോ ആ കുട്ടി പാസ്സായേ. പെട്ടെന്ന് പാസ്സായി. ജസ്റ്റ് ഒരു മാർക്കിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പാസ്സായി. പക്ഷെ അവള് പാസ്സായി, നമ്മൾ എന്താണ് പാസ്സാവില്ല. ഇത് ടു ബി ഫ്രാങ്ക്, CMA ക്ലിയർ ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് നമ്മുടെ എഫേർട്ടും നമ്മള് ടൈമും ഇൻവെസ്റ്റ് ചെയ്യാണ്ടൊന്നും നമുക്ക് ഒന്നും നടക്കില്ല. ഓക്കെ, ടഫ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടഫ് അല്ല. ടു ബി ഫ്രാങ്ക്, ടഫ് അല്ല. ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ഡിറ്റർമൈൻഡ് ആയിട്ട് പഠിക്കുക. അങ്ങനെ അങ്ങോട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ജോബ് നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റിൽ ആവും. ഓക്കെ, നമ്മള് BCom ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെർദർ ഒരു ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുന്നത് ടു ബി ഫ്രാങ്ക് ഇപ്പോഴത്തെ എക്കണോമിയിൽ ഒന്നുമല്ല, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഒന്നുമല്ല. അപ്പൊ ഒരു എക്സ്ട്രാ ആഡ് ഓൺ കോഴ്സസ് ആയിട്ടുള്ള ലൈക്ക് CMA, CA അല്ലെ വെച്ചിട്ടുണ്ടെങ്കിൽ CFA, SCCA, ഇപ്പൊ കുറെ കോഴ്സസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ എന്താ പറയാ മാർക്കറ്റിൽ അല്ലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസും എല്ലാം വളരെ കൂടുതലാണ്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഫെർദർ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, ഇപ്പൊ ലൈക്ക് ഫൗണ്ടേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടിക്കലി നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു പോസിബിലിറ്റീസ് ആയിട്ടും കൂടെ നിങ്ങൾ നോക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഫർദർ നമുക്ക് അടുത്ത ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്റെ ജേർണി ഞാൻ പറഞ്ഞുതരാം ടോട്ടലി നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഇതുമാതിരി പറഞ്ഞ മാതിരി തന്നെ പ്ലസ് ടുവിൽ ഇങ്ങനെ കഴിഞ്ഞ് നിങ്ങളെ മാതിരിയൊക്കെ ഇങ്ങനെ ഇരിക്കാണ്. പിറ്റത്തെ മാസം തന്നെ ചേർന്ന് ഇപ്പൊ ഫൗണ്ടേഷൻ ക്ലാസ് അല്ലെ. പിറ്റത്തെ മാസം തന്നെ എല്ലാവരും സുഖിച്ച് ഇങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് സുഖിച്ച് നടക്കുമ്പോൾ നമ്മളിങ്ങനെ ബാഗൊക്കെ ഇട്ടിട്ട് എന്തിനു പോവാണ്, കാറ്റിന്റെ ഫൗണ്ടേഷൻ ഒക്കെ പോവാണ്. അപ്പൊ അങ്ങനെ പോയി കാറ്റ് പാസ്സായി. അങ്ങനെ 2 വട്ടം നല്ല രീതിയിൽ ഇന്റർ തോറ്റ്. ഓക്കെ, ബാക്കി ഞാൻ കഥ പിന്നോട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോണത് the aggregate value of goods and services produced in an economy can be calculated by 3 methods. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത്, നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. 3 മെത്തേഡിൽ കൂടെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു എന്ത്, ഈ ഫേംസ് എന്ത് കുറെ ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അത് നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അവരുണ്ടാക്കുന്ന സാധനങ്ങളും സേവനങ്ങളും അല്ലെ. 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഒന്ന് പറയുന്നത് the product or value added method. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, ദിസ് ഇസ് ദ ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മൂന്നാമത് പറയുന്നത് ഇൻകം മെത്തേഡ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, 3 എന്തുണ്ട്, നമ്മള് മെത്തേഡ്സ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യണത്. എന്ത്, അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ടോട്ടൽ എത്ര നമുക്ക് എന്തുണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു രാജ്യത്ത്, എത്ര സാധനങ്ങളും എത്ര സേവനങ്ങളും എത്ര എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ടോട്ടലി നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ എക്കണോമിക്സ് ബുക്കിൽ. അപ്പൊ ഒന്ന് പറയുന്നത് 3, അപ്പൊ ഏതൊക്കെ 3 മെത്തേഡ്സ്? ഒന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, 3 ഇൻകം മെത്തേഡ്. നിങ്ങൾക്ക് ഒന്ന് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഈ 3 പോയിന്റ്സ് എങ്കിലും എഴുതാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും കേട്ടോ. ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 3 മെത്തേഡ്സ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, രണ്ടാമത്തെ പോയിന്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നിട്ട് മൂന്നാമത്തെ ഇൻകം മെത്തേഡ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു
3 മാർക്ക് വീഴും. സീരിയസ്ലി. അതായത് പോയിന്റ്സ് ആദ്യം ഈ മെത്തേഡ്സിനാണ് മാർക്ക്, ആൻഡ് ദെൻ സെപ്പറേറ്റ് ഈ നറേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ ആണ് ഫെർദർ മാർക്ക് വരിക. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. ഫസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രൊഡക്റ്റ് ആൻഡ് വാല്യൂ ആഡഡ് മെത്തേഡ്. എന്താണ് പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ പ്രൊഡക്റ്റ് മെത്തേഡ് വി കാൽക്കുലേറ്റ് ദ അഗ്രിഗേറ്റ് ആനുവൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒന്നുമില്ല, അഗ്രിഗേറ്റ് ആനുവൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വെച്ചിട്ടുണ്ടെങ്കിൽ, അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ, അഗ്രിഗേറ്റ് മീൻസ് ടോട്ടൽ. ഓക്കെ, ടോട്ടൽ. ആനുവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു കൊല്ലത്തില് അല്ലെ, ഈ ആനുവൽ ഡേ അല്ലെങ്കിൽ ആനുവൽ ഒക്കെ പറയുന്നത് എന്താ, ഇയറിൽ അല്ലെ, ഇയർ എൻഡ്. ഓക്കെ, വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഒന്നുമില്ല, ഒരു കൊല്ലത്തിന്റെ അവസാനം എത്ര ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ വാല്യൂ എടുക്കുക. സിമ്പിൾ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്, അതിനാണത് പറയുന്നത് പ്രൊഡക്റ്റ് ഓർ വാല്യൂ മെത്തേഡ്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടു കാൽക്കുലേറ്റ് ദ GDP ബൈ ലുക്കിംഗ് അറ്റ് ദ ഡിമാൻഡ് സൈഡ് ഓഫ് ദ പ്രൊഡക്റ്റ്. അതായത് എത്ര ഡിമാൻഡ് ഉണ്ട് ആ സാധനത്തിന്. ഇപ്പൊ ആൾക്കാർ കൂടുതലും എന്താണ് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും അല്ലെ. ഡിമാൻഡ് സൈഡ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, പ്രൊഡക്ട്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? എത്ര ഡിമാൻഡ് ഉണ്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് ആ ഒരു ഗുഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സർവീസസിന് വേണ്ടിയിട്ട്. ഹൗ മച്ച് ഇസ് എ ഡിമാൻഡ് ഫോർ ദ പെർട്ടിക്കുലർ ഗുഡ്സ് ഓർ സർവീസസ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡ് ആണ് പറയുന്നത്. ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ, ദ സം ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ദ ഇക്കണോമി must be equal to the income received by all the factors of production taken together. അതിനകത്ത് എന്താ, ദ സം ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇക്കണോമി. സം ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇക്കണോമി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഇക്കണോമിയിലെ എല്ലാ എക്സ്പെൻസും എല്ലാ ചെലവുകളുടെയും എന്ത്, ആ ചെലവുകൾ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ ഏൺ ചെയ്യുന്നതല്ലേ നമ്മൾ എന്ത് ചെയ്യുന്ന, എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത്. നമ്മൾക്ക് വരുമാനം 1,00,000 രൂപ കിട്ടുന്നു, നമ്മൾ ആ ഒരു വരുമാനം 1,00,000 രൂപ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഏർണിങ്സ് ഷുഡ് ബി ഈക്വൽ ടു ദ എന്ത്, എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി മെന്റ് ഇൻ ദിസ് ഇൻകം മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 3 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്, 3 ഇൻകം മെത്തേഡ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓർ വാല്യൂ മെത്തേഡിൽ എന്ത് ചെയ്തു, ദ അഗ്രിഗേറ്റ് ആനുവൽ വാല്യൂ, അതായത് ഒരു കൊല്ലവസാനം എത്ര സർവീസസ് ഗുഡ്സിന് ടോട്ടൽ എന്ത് ചെയ്തു, അതിന്റെ വാല്യൂ എടുത്തു. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഡിമാൻഡ് സൈഡ് നോക്കി. ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ എക്സ്പെൻഡിച്ചർ നോക്കി. ഓക്കെ, ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓഫ് എക്കണോമി ഷുഡ് ബി ഈക്വൽ ടു ഇൻകം റിസീവ്ഡ്. നമ്മുടെ ഏർണിങ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്പെൻഡിങ്സിനായിട്ട് ഈക്വലൈസ് ചെയ്യുന്നു. ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കണം. എല്ലാവരും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു GDP എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒന്നുമില്ല, സം ടോട്ടൽ ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഓൾ ദ ഫേംസ് ഇൻ ദ ഇക്കണോമി. ഒരു ഇക്കണോമിയിലെ എല്ലാ ഫേംസിന്റെയും എന്ത് ടോട്ടൽ വാല്യൂ. ഓക്കെ, ദ സം ടോട്ടൽ ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഓൾ ദ ഫേംസ് ഇൻ ദ ഇക്കണോമി. ടോട്ടൽ നമ്മുടെ എക്കണോമിയിലുള്ള എല്ലാ ഫേംസും, ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഏർണിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഈ എല്ലാ ഫേംസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ എക്കണോമിയിലുള്ള എല്ലാ ഫേംസിന്റെയും എന്ത് ഗ്രോസ് വാല്യൂ എത്ര എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള എന്ത് ഫേംസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഡ്രസ്സ് കട ഉണ്ടായിരിക്കും, ഫുഡിന് ഉണ്ടായിരിക്കും അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിനും ഗ്രോസ് വാല്യൂ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു ഒരു ഇക്കണോമിയിൽ. ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് GDP. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? വൺ വേർഡിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ GDP എന്താന്നുള്ളത്, GDPയുടെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിക്കോ. ഇനി ഈ ലെസൺ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു എന്ത്,
നേരത്തെ ഞാൻ പറഞ്ഞു നമ്മള് എന്ത് ചെയ്യുമ്പോ ഗ്രോസ് ഡൊമസ്റ്റിക് അല്ല നമ്മുടെ ഏർണിങ്സ് സ്പെൻഡ് ചെയ്യുമ്പോ നമ്മൾ പറയാണ് എന്ത് നമുക്ക് GDP എടുക്കേണ്ടത് ടോട്ടൽ നമ്മൾ ഈ പറഞ്ഞ എന്ത് നമ്മുടെ എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ ടാക്സസും നമ്മുടെ മദർ സേവിങ്സ് ഒന്നും കൺസിഡർ ചെയ്യാണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ അഗ്രിഗേറ്റ് വാല്യൂ കാണുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണോ എന്നാ ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? അപ്പൊ അവര് പറയുന്നു നമ്മള് ഏൺ ചെയ്യുന്ന എല്ലാ മണിയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ ശരിക്കും അതില്? ജസ്റ്റ് ഒപ്പീനിയൻസ് പറഞ്ഞോ. ഇപ്പൊ ലൈക്ക് നമ്മുടെ ഏർണിങ്സ് നമ്മളെല്ലാം സ്പെൻഡ് ചെയ്യുന്നു, അത് നമ്മൾ ആ ഗ്രോസ് വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നു ഇപ്പൊ ഗ്രോസ് വാല്യൂ ഓഫ് ദ എക്കണോമി എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അതാണ് അത്. ഓക്കെ, ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഓക്കെ ഞാൻ ഈ എക്കണോമിയിലുള്ള എല്ലാ എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാതും ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻകം റിസീവ്ഡ്, അങ്ങനെ പറയാൻ പറ്റില്ലയോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒപ്പീനിയൻസ് പറയാട്ടോ, തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ. ആരും ഇവിടെ ഒന്നും ചെയ്ത് കൊടുക്കാനൊന്നും പോകണില്ല, ഓൺലൈൻ അല്ലേ, ആരും ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൊന്നുമില്ല. തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ, നിങ്ങളുടെ ഒപ്പീനിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. ആർക്കും അഭിപ്രായങ്ങളൊന്നും ഇല്ലേ? CMA ഒക്കെ പഠിച്ച് ജോലിക്കൊക്കെ പോയിട്ട് ഇപ്പൊ മാസം ഇങ്ങനെ 50,000 രൂപയൊക്കെ മാസം കിട്ടുകയാണ്. അത് മൊത്തം ഞാൻ എന്ത് ചെയ്യാണ്, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചെലവാക്കണം. അത് നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നോ യോജിക്കുന്നില്ലയോ? ഇത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയണത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്ത്, ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. Can the GDP of an economy be taken as an index of the welfare of the people of that country? Explain at least 3 reasons why this GDP may not be correct. നമ്മൾ പറയാണ് GDP കറക്റ്റ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിച്ച് നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്, വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഓഫ് ദി കൺട്രി. ഓക്കെ, നമ്മൾ ഇൻഡെക്സ് എടുക്കുകയാണ്. എന്ത്, വി ആർ ടേക്കിംഗ് ആൻ ഇൻഡെക്സ് ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ അറ്റ് ദ എക്കണോമി. അപ്പൊ നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാരുടെ വെൽഫെയർ വെച്ചിട്ട് നമ്മൾ GDP എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് കറക്റ്റ് അല്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ്. എക്സാമിന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 പോയിന്റ്സിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP, ഹൗ യൂണിഫോം ഇറ്റ് ഇസ്. യൂണിഫോം ആയിട്ടാണോ GDP ശരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. If the GDP of the country is rising, the welfare may not rise as consequently. അല്ലെ, GDP റൈസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ആൾക്കാരുടെ എന്ത് ചെയ്യില്ല, വെൽഫെയർ എന്ത് ചെയ്യുന്ന വരില്ല, ഇൻക്രീസ് ആയെന്ന് വരില്ല. ദിസ് ഇസ് ബിക്കോസ് the rise in GDP may be concentrated in the hands of very few individuals of the firms. എന്താ, നമ്മുടെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എക്കണോമിയില് ഒരുപാട് എന്തുണ്ട്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് എന്തായിട്ടുണ്ട്, പുവർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പല ടൈപ്പ് ഓഫ് എന്താ വേരിയേഷനിലാണ് ആൾക്കാരുടെ എന്ത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ത്, നമ്മുടെ വെൽഫെയർ ഓഫ് ഇക്കണോമി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ GDP എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം ചില പാർട്ട് ഓഫ് ആൾക്കാരുടെ കയ്യിൽ എന്താ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, ചിലരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കില്ല, അവരുടെ പോലെയുള്ള സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP ഇസ് എന്താണ്,
ഇറ്റ്സ് നോട്ട് യൂണിഫോം. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. നിങ്ങൾക്കറിയാം ഈ ബാർട്ടർ സിസ്റ്റം ഒക്കെ അല്ലെ, എന്താ ബാർട്ടർ സിസ്റ്റം? നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ. കേട്ടിട്ടുണ്ട് നിങ്ങൾ ബാർട്ടർ സിസ്റ്റം എന്താന്നുള്ളത്? എന്താ ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സിനെ ഗുഡ്സ് ആയിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോൺ മോണിറ്ററി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ പണിയെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലെ, വീട്ടില് കുറെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ? അമ്മ ഇന്ന് അടിച്ചു വരില്ലേ, 500 രൂപ വെച്ചോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നോൺ മോണിറ്ററി ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വി ആർ നോട്ട് ഇവാലുവേറ്റിംഗ് ദാറ്റ്, റൈറ്റ്? അപ്പൊ അതാണ് പറയുന്നത് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്. മെനി ആക്ടിവിറ്റീസ് ഇൻ ദി ഇക്കണോമി ആർ നോട്ട് ഇവാലുവേറ്റഡ് ഇൻ മോണിറ്ററി ടേംസ്. ഫോർ എക്സാമ്പിൾ, ഡൊമസ്റ്റിക് സർവീസസ് വിമൻ പെർഫോം അറ്റ് ഹോംസ് ആർ നോട്ട് പെയ്ഡ് ഫോർ. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. മൂന്നാമത്തെ എക്സ്റ്റേർണാലിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എക്സ്റ്റേർണാലിറ്റീസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ സെന്ററിലെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഓയിൽ റിഫൈനറി എടുത്തോന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു ഓയിൽ റിഫൈനറിയിൽ കുറെ പ്രൊഡക്ഷൻ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ബൈ ചെയ്യാൻ, സെയിൽ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്കണോമിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് സംഹൗ ഇറ്റ് ഈസ് എഫക്ടിങ് സം അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദ ഇക്കണോമി. ഓക്കെ, ലൈക്ക് നമ്മളിപ്പോ ഓയിൽ റിഫൈനറിയിൽ ചെയ്യുമ്പോൾ അതിലുള്ള ലൈക്ക് ഈ പൊള്യൂഷൻ, അത് ഈ ഗ്യാസസും വേസ്റ്റ് ഒക്കെ നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്? വല്ല കുളത്തിക്കോ തോട്ടിക്കോ ഒക്കെ ഡയറക്ട്ലി പൈപ്പ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ദാറ്റ് വിൽ എഫക്ട് ദ വാട്ടർ ക്രിയേച്ചേഴ്സ്, റൈറ്റ്? സോ അപ്പൊ അതെന്ത് ചെയ്യും? നമ്മുടെ എക്കണോമിനെ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിലല്ല എഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒരു പ്രൊഡക്ഷൻ വേറെ എല്ലാ ഇക്കണോമിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിന് എന്ത് വരില്ല? വെൽഫെയർ ആയിട്ട് വരില്ല. സംഹൗ ഇറ്റ് ഈസ് എഫക്ടിങ് ഡീമെറിറ്റ്സ് ഓൾസോ. ഓക്കെ, സോ അതാണ് പറയുന്ന 3 പോയിന്റ്. ഒന്ന്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP is not uniform, നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഉണ്ട്, എക്സ്റ്റേർണാലിറ്റീസ് ഉണ്ട്. ഓക്കെ ആണോ? മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതോടെ നമ്മൾ സെക്കൻഡ് ലെസൺ തീർത്തു കേട്ടോ. ഓക്കെ, ഓക്കെ ആണെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കണു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിന് ഫർദർ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, സീ യു.